ഹലോ ഹായ് ആമിജാനി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളെല്ലാം ഇട്ട് അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ പേപ്പറിൽ പോകുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിരക്കുകളായിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ്. ചായം ദേവീ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവത്തിന് കൊടിയേറെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ബോക്സും കാര്യങ്ങളെല്ലാം വച്ചിരിക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ 2 പേരും ഉണർന്നിട്ടുണ്ടായിരുന്നു. 2 പേരല്ല 3 പേരും. ഇപ്പോൾ നിക്കി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഉറക്കമില്ല. കാരണം ഞങ്ങളെല്ലാം നേരം വെളുക്കും മുമ്പേ എണീക്കും, രാവിലെ എണീക്കും. അപ്പോൾ നമ്മുടെ ജോലിയും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി നേരത്തെ കഴിയും. അങ്ങനെ ഇന്ന് പിന്നെ ശനിയാഴ്ച ആണല്ലോ, അങ്ങനെ പിന്നെ എണീറ്റു രാവിലത്തുള്ള കാപ്പിക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളാണ്. അപ്പം ബോക്സും കാര്യങ്ങളെല്ലാം വച്ചിരിക്കുന്നുണ്ട് തന്നെ ജോലി ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് നമുക്ക് തോന്നും, കുറച്ചും കൂടി ഒരു എനർജി നമുക്ക് തോന്നും പാട്ട് കേട്ടോണ്ടേ. അപ്പോൾ രാവിലെ തന്നെ ഭൂരിക്കുള്ള മാവ് കുഴയ്ക്കുകയാണ്. അതുപോലെ കുടിക്കാനുള്ള വെള്ളവും ചൂടാക്കി വെച്ചു. ഭൂരിക്ക് ഗോതമ്പ് മാവും അതുപോലെ ശകല മൈദ മാവും കൂടി ഞാൻ ചേർക്കും. അപ്പോൾ കുറച്ചും കൂടി ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ അതുപോലെ ഉപ്പും എണ്ണയും അതുപോലെ ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ ഭൂരി കുഴയ്ക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഭൂരി ഉണ്ടാക്കുമ്പം ചെറു ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടും നന്നായിട്ടും പൊങ്ങി വരുന്നതായിട്ട് എനിക്ക് ഭൂരി നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ മുളകും മല്ലിയെല്ലാം പോയി ചെന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും നടക്കത്തില്ല. അപ്പോൾ മഴയ്ക്ക് മുന്നേ മുളക് മല്ലി ഇതൊക്കെ ഇങ്ങനെ ഉണക്കി പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് മുളക് പൊടിയും മുളകും മല്ലിയെല്ലാം ഉണക്കി പൊടിച്ച് മഴക്കാലത്തേക്ക് ഞാൻ എപ്പോഴും അങ്ങ് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. കാരണം ഇനി എപ്പോഴും വേണോ മഴ തുടങ്ങാം. അപ്പം അങ്ങനെ എല്ലാം പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കിഴങ്ങ് കറിയാണ് ഭൂരിക്ക്. കിഴങ്ങ് കറി എന്ന് പറഞ്ഞാൽ ബാജിക്കറി പോലെ എരിയില്ലാത്ത മഞ്ഞ കളർ കറി. ഇവിടെ കുട്ടികൾ പറയണ എരിയില്ലാത്ത കറി എന്നാണ് പറയുന്നത്. അപ്പോൾ എരിയില്ലാത്ത മഞ്ഞ കളർ കറിയാണ് കിഴങ്ങ് കറി. അപ്പോൾ കിഴങ്ങ് കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് മഞ്ഞ കളർ എന്ന് പറയുന്നത് തന്നെ മഞ്ഞപ്പൊടിയും ഞാനൊരല്പം ഗരം മസാല പൊടിയും അതുപോലെ ഒരു പച്ചമുളകും ഇത്രയും ചേർക്കത്തുള്ളൂ, വേറെ ഒന്നും അതിൽ ചേർക്കത്തില്ല. ഉപ്പും അപ്പം പെരിഞ്ജീരകവും കാര്യങ്ങളെല്ലാം ഇട്ട് കടുക് വറുത്ത് നമ്മൾ അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഉള്ളി ഒരു പച്ചമുളക് ഇത്രയും ഇട്ട് മഞ്ഞ കളർ ബാജിക്കറി വെച്ചു, കിഴങ്ങറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശകലം പാലും കൂടി ചേർക്കും. അപ്പോൾ അതവർക്ക് എരിയില്ലാതെ 2 പേരും ഭൂരിയുടെ കൂടെ കൂട്ടി കഴിച്ചോളും. അപ്പോൾ അങ്ങനെ എരിയില്ലാത്ത ബാജിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ആകുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവർ 2 പേരും കഴിച്ചോളും. ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിടത്ത് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ്. എൻ്റെ പൗഡറൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി എന്ത് പാടാവും എന്നുള്ള ദൈവം തമ്പുരാൻ തന്നെ അറിയാം. എൻ്റെ ഒരു പൗഡർ ഇന്ന് തന്നെ തീരും. അങ്ങനെ കിഴങ്ങ് കറിയും കാര്യങ്ങളും എല്ലാം വെച്ചു. അപ്പോൾ ഇത് രണ്ടും ആകുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാനായിട്ട് അവരെ നിർബന്ധിക്കേണ്ട, അവർ കഴിച്ചോളും. തനിയെ തന്നെ 2 പേരും കഴിച്ചോളും. പുറകെ നടക്കണ്ട കഴിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 പേരും കഴിച്ചോളും. അപ്പോൾ കിഴങ്ങറിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ 2-3 ഫിസിലേക്കുമ്പോൾ തന്നെ കിഴങ്ങറി തയ്യാറാവും. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഭൂരിയും കൂടെ പരത്തി ഭൂരിയും കൂടി ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭൂരിയും പരത്തി ചുട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഭൂരിയാണ്. അപ്പം 2 പേരും 3 എണ്ണമൊക്കെ വെച്ച് കഴിയും. ചെറുതാകുമ്പോൾ, വലുതാകുമ്പോൾ 2 എണ്ണത്തിലങ്ങ് ഒതുക്കി കളയും. ചെറുതാകുമ്പോഴത്തേക്കും 2 പേരും 3 എണ്ണമൊക്കെ വെച്ച് കഴിക്കും. ഈ ഒരു സമയത്തെ ഭൂരിയും കാര്യമല്ല, ഈ ഒരു സമയത്ത് അവർ ആഹാരം ഈ ഭൂരിയൊക്കെ ആകുമ്പോഴേ ഒരു 3 ഒക്കെ കഴിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ദോശ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി, ഭൂരിയൊക്കെ ആകുമ്പോൾ അവർ 3 എണ്ണം കഴിക്കും. അപ്പോൾ ചെറുതായിട്ട് പരത്തിയ 3 എണ്ണം വെച്ച് ഓരോരുത്തരും 3 എണ്ണം വെച്ച് കഴിച്ചോളും. അങ്ങനെ ഭൂരിയെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കൂട്ടത്തിൽ ചായ ഇട്ടില്ല, ഇന്ന് പാല് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലെല്ലാം കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പേർക്ക് പാല് കാച്ചാൻ പറ്റില്ല, 3 പേർക്കും കാച്ചണമെങ്കിൽ നിക്കിക്കും വേണം. അങ്ങനെ 3 പേർക്കുള്ള പാലും കാച്ചാനായിട്ട് വെച്ചിട്ട് ഭൂരിയെല്ലാം 2 പേർക്കും എടുത്തു കൊടുത്തു. അപ്പോൾ നമ്മുടെ രാവിലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.